നമസ്കാരം. ഇന്ന് ജനം ടി വിയോടൊപ്പമുള്ളത് രണ്ട് വിശേഷാൽ സുഹൃത്തുക്കളാണ്. മലയാളിക്ക് ഒട്ടും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രണ്ട് സുഹൃത്തുക്കൾ. സാമൂഹിക സാംസ്കാരിക വൈചാരിക രംഗത്ത് തങ്ങളുടേതായി വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് സുഹൃത്തുക്കൾ. ഭാരതത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യസഭാംഗമായി മറ്റൊരാളും. നമ്മോടൊപ്പം ഇന്നുള്ളത് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ നന്ദേട്ടൻ, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത സി സദാനന്ദൻ മാസ്റ്റർ. രണ്ടുപേർക്കും ജനം ടി വിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഷിൻ്റെയും നന്ദേട്ടൻ്റെയും സൗഹൃദം വളരെയധികം പ്രസിദ്ധമായ ഒന്നാണെന്ന് പറയാം. മാഷാണെങ്കിലും എപ്പോഴും നന്ദേട്ടനുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. നന്ദേട്ടനും എപ്പോഴും മാഷുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നന്ദേട്ട, എവിടെ നിന്നാണ് ഈ സൗഹൃദത്തിൻ്റെ തുടക്കം? നന്ദേട്ടൻ പയ്യന്നൂരായിരുന്ന കാലഘട്ടം മുതലാണോ അതെയോ അതിനു മുമ്പാണോ? എന്നാണ് ഈ സൗഹൃദത്തിൻ്റെ ഒരു തുടക്കം? മാഷോടുള്ള ബന്ധം എൻ്റെ മുഖ്യമായൊരു കാരണം തീർച്ചയായിട്ടും സംഘം തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ ശാഖയിൽ വന്നു തുടങ്ങിയ കാലം മുതൽ തന്നെ കേൾക്കുന്നതാണ് കണ്ണൂരെ സംഘപ്രവർത്തനത്തെക്കുറിച്ച്. അപ്പോൾ മനസ്സിലെപ്പോഴും കണ്ണൂരെ സംഘ സ്വയംസേവകരും കാര്യകർത്താക്കന്മാരും ഒക്കെ ഒരു ആരാധനയോടെയാണ് അവരെ നോക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ചു വളർന്ന ആ പ്രദേശത്ത് അങ്ങനെ വലിയ സംഘർഷ അന്തരീക്ഷമൊന്നുമില്ല. അപ്പോൾ ഒരു പശ്ചാത്തലം അതാണ്. കണ്ണൂരെ പ്രവർത്തകർ, കണ്ണൂരെ ചുമതലക്കാർ അവരെത്ര കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഒരു വീരപരിവേഷമൊക്കെയാണ് കണ്ണൂരെ പ്രവർത്തകരെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉള്ളത്. ഞാൻ സ്വയം പ്രചാരകമായിക്കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ നിയോഗിച്ചത് കണ്ണൂരിൻ്റെ ഒരു ഭാഗത്താണ്. ആ ഭാഗം സത്യത്തിൽ കുറച്ച് കൂടുതൽ കുഴപ്പം പിടിച്ച ഏറിയ ആയിരുന്നതിന്. അത് കാരണം അവിടെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ വളരെ കൂടുതലുള്ള പ്രദേശമാണ്. ഏതാണ്ട് അതേ സമയത്താണ് എന്നാണ് എന്നെ ഓർക്കുന്നത്, കണ്ണൂരെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ട് മാഷ്, വത്സൻ തില്ലങ്കേരി, ചെറിയ കുട്ടിയാണെങ്കിലും അശ്വിനി, ഇങ്ങനെയൊക്കെയുള്ള പി സുരേഷ് ബാബു, ശങ്കരൻ, അവരൊക്കെ പലപ്പോഴും 2 ജില്ല മാത്രമേ ഉള്ളൂ ആ വിഭാഗിൽ. സംഘത്തിൻ്റെ വിഭാഗിൽ അന്ന് 2 ജില്ലയേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ബൈഠക്കുകളൊക്കെ ഒരുമിച്ചുണ്ടാവും, വിഭാഗിൻ്റെ ബൈഠക്ക് ഉണ്ടാവും. അന്നേ ബൗദ്ധിക് വിഭാഗിൽ ഞാൻ പ്രചാരകമായിരുന്നെങ്കിലും ബൗദ്ധിക് വിഭാഗിൻ്റെ മീറ്റിങ്ങിൽ പലപ്പോഴും ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് കാണാറും. അപ്പോഴേക്കും ആ പരിചയം വന്നു. പിന്നെ സാഹിത്യത്തിലുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്, കുറച്ചൊക്കെ എനിക്കുണ്ടെന്നാണ്. ഇപ്പോൾ കവിത പാടിയും ഗീതങ്ങൾ പാടിയും. മാഷ് നല്ല പാട്ടുകാരനാണ്. ഞാൻ പാട്ടുകാരനല്ല എന്ന സംഘത്തിൻ്റെ അധികാരികൾ തന്നെ. നല്ല പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അല്ലേ, നല്ല പാട്ടുകാരനല്ലേ? നല്ല പാട്ടുകാരനാണോ ആവോ നോക്കാം നമുക്കല്ലേ. ഏതായാലും എന്നോടെൻ്റെ ശബ്ദം പാട്ട് പാടാൻ കൊള്ളുന്നതല്ല എന്നൊരു ഉയർന്ന അധികാരി പറഞ്ഞതിന് ശേഷം ഞാൻ പാടാറില്ല. പക്ഷെ അവരുടെയൊക്കെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ആ സൗഹൃദം വളർന്നു വന്നു. പിന്നെയാണ് ഒരു ദുരന്തം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്തരൊരു ദുരന്തത്തിലേക്ക് എത്തി. പിന്നെ ആ സ്നേഹം കൂടുതൽ വളരെയാണ് ചെയ്തത്. അതുപോലെ തന്നെ മാഷ് എപ്പോഴും നന്ദേട്ടന് ഒരേ പ്രായക്കാരാണെന്ന് പറഞ്ഞല്ലോ, എന്നാലും ഒരു ഗുരുസ്ഥാനീയനായിട്ട് കണക്കാക്കാറുണ്ടെന്ന് അടുത്തിടെയും പറയുന്നുണ്ട്. അത് ചുമ്മാ പബ്ലിക് മീറ്റിംഗ് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു ബന്ധം, ആ ഒരു ഞാൻ നന്ദേട്ടനെ ആദ്യം കാണുന്നത് ഒരുപക്ഷെ നന്ദേട്ടനോട് നന്ദേട്ടനെ ആദ്യം കാണുന്ന അവസരം ഏതാണെന്ന് നന്ദേട്ടനടുത്ത് വെളിപ്പെടുത്തിയോന്ന് എനിക്കറിയില്ല. 85-ലാണോ അതോ 86-ലാണോ എന്നല്ല, ആലുവയിൽ വെച്ച് ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന പഠന ശിബിരം ഉണ്ടായിരുന്നു. നമ്മുടെ CP സുരേന്ദ്രേട്ടൻ ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇരുന്നൊരു കാലത്ത് ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു പരിപാടി. അന്ന് ഞാൻ സംഘത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ആ സംഘത്തിൻ്റെ മുഖ്യ ശിക്ഷകൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ബാലഗോകുലത്തിൻ്റെ പഠന ശിബിരം ആലുവയിൽ നടക്കുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത നല്ലതാണ്. എന്നാൽ സുരേന്ദ്രേട്ടൻ തന്നെ നേരിട്ട്, ഇപ്പം നമ്മളെയൊക്കെ പൊതുവേ സംഘത്തിൻ്റെ ഒരു രീതിയുണ്ട്, നമുക്ക് ചില ആളുകളെ കണ്ണുവെക്കും. ഇയാളെ നമുക്ക് ചുമതലയിലൊക്കെ കൊണ്ടുവരണം, അവരെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്ന ചുമതല കൊടുക്കണം, ഇന്ന രീതിയിൽ അവരെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. അത് പിന്നെയാണ് നമുക്കും സ്വയം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടത്. ഒരുപക്ഷെ അങ്ങനെ കണ്ണുവെച്ചതാവാം സുരേന്ദ്രേട്ടനൊക്കെ.
അപ്പോൾ ഈ ബാലഗോകുലത്തിൻ്റെ ശിബിരത്തിൽ പങ്കെടുക്കാൻ ഇപ്പം സാങ്കേതികമായി സംഘത്തിൻ്റെ മുഖ്യക്ഷകനാണെങ്കിലും അന്നപ്പോൾ അവിടെ താലൂക്ക് കാര്യവാഹ ചുമതല വഹിച്ചിരുന്നൊരു മധുവേട്ടനുണ്ട്. അപ്പോൾ മധുവേട്ടൻ്റെ അനുവാദത്തോടെയാണ് സുരേന്ദ്രേട്ടൻ എന്നെ പൊക്കിയെടുത്ത് അന്ന് കുത്തുപറമ്പ് താലൂക്കാണ്. അങ്ങനെ സുരേന്ദ്രേട്ടൻ എന്നെ പൊക്കിയെടുത്ത് ബാലഗോകുലത്തിൻ്റെ പഠന ശിബിരത്തിലേക്ക് കൊണ്ടുപോവാണ്. അന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 20ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ശിബിരത്തിൽ അന്തരിച്ച സ്വർഗീയനായ സൂര്യനാരായണ റാവുജി സുരുചിയുടെ ഉദ്ഘാടന പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് അന്നൊരു കൊച്ചു പയ്യനായിട്ട് നന്ദേട്ടനെ ഞാൻ കാണുന്നത്. ബാലഗോകുലത്തിൻ്റെ ആ പഠന ശിബിരത്തിൽ സുരുചിയുടെ പ്രസംഗമാവട്ടെ, അതിൻ്റെ ട്രാൻസ്ലേഷനാവട്ടെ, നന്ദേട്ടൻ്റെ ട്രാൻസ്ലേഷനാവട്ടെ, പിന്നീടുള്ള സെഷനുകളിലൊക്കെ വരുന്ന പ്രഭാഷണങ്ങളൊക്കെ എനിക്കൊരു പുതിയ ലോകം കാണിച്ചു തരുന്ന തരത്തിലായിരുന്നു. എൻ്റെ തുടക്കക്കാരൻ നന്ദേട്ടനാണ് ട്രാൻസ്ലേഷനിലൂടെ. പക്ഷേ ഈ ഇവിടുന്ന് SFIയുടെ ഒരു സജീവ പ്രവർത്തകൻ കോളേജിലോ സ്കൂൾ തലത്തിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ശാസ്ത്രാർത്ഥി പരിഷത്തോ ക്ലബ്ബ് പ്രവർത്തനങ്ങളോ വീട്ടിലും മനസ്സിലാക്കുന്നത് അച്ഛനും ഒരൽപ്പം ഇടതുപക്ഷ കാർഡ് ഹോൾഡറായിരുന്നു, ജ്യേഷ്ഠൻ KSYFിൻ്റെ പ്രവർത്തകനായിരുന്നു എന്നൊക്കെ. അതിൽ നിന്ന് വിട്ട് സംഘത്തിലേക്ക് അല്ലെങ്കിൽ ABVPയിലൂടെ സംഘത്തിലേക്കൊക്കെ വരാൻ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചർച്ചയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് വീട്ടിലെ അന്തരീക്ഷം എന്തായിരുന്നു? അച്ഛൻ ഞാൻ സംഘത്തിലേക്ക് ചേരുന്ന കാലത്ത് പാർട്ടി പ്രവർത്തനമൊക്കെ മതിയാക്കി. ആ പാർട്ടിയിൽ പ്രാദേശികമായ പ്രശ്നമുണ്ടായ സമയത്ത് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന്, എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ പലപ്പോഴും നേതാക്കന്മാരൊക്കെ വന്ന് അച്ഛനോട് ആശയവിനിമയം നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന സമയം അച്ഛനൊരു ജനാധിപത്യവാദിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത്. കാരണം എന്നെ അച്ഛൻ ആ നിലയ്ക്ക് തടസ്സപ്പെടുത്തിയിട്ടില്ല. സംഘപ്രവർത്തനത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഒരുപക്ഷെ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലത്തുള്ള ഒരു CPM നേതാവ്, ഒരു RG നമ്പ്യാരുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-30 പേര് എന്നെയും എന്നോടൊപ്പം സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനം നടത്താൻ വന്നിരുന്ന എൻ്റെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനെയും മനം മാറ്റിയെടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ എല്ലാറ്റിനും സാക്ഷിയായി ഇങ്ങനെ ഇരുന്നു എന്നുള്ളതല്ല, സംസാരിച്ചതൊക്കെ ഇവരാണ്. ഈ കാര്യങ്ങളിൽ പോകരുത്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്, മാർവാടിമാരുടെ സംഘടനയാണ്, ഗാന്ധിയെ കൊന്നവരാണ്, ന്യൂനപക്ഷ വിരുദ്ധന്മാരാണ്, അക്രമകാരികളാണ്, പതിവ് പല്ലവി അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഞാനതെല്ലാം മൂടിക്കേട്ടു. സ്നേഹത്തോടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ, സാറിന് തെറ്റൊക്കെ പറ്റും, അതൊക്കെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം അച്ഛൻ വേണ്ടിയിട്ടില്ല. അവസാനം പോകുന്ന നേരത്ത് ഈ പറഞ്ഞ RG നമ്പ്യാരോട്, പിന്നെ RG താങ്കളൊക്കെ പറഞ്ഞല്ലോ, ഇനിയിപ്പം അവനെന്താ ചെയ്തോട്ടെ എന്നുള്ളതാണ് എന്നായിരുന്നു അച്ഛൻ്റെ നിലപാട്. പിന്നീട് അച്ഛനും മനസ്സിലായി തുടങ്ങി. സംഘത്തിൻ്റെ കാര്യകർത്താക്കളൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവരുടെ മാഷിൻ്റെ അപ്പോൾ ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് SFIയിൽ നിന്ന് സംഘത്തിലേക്കുള്ള ഒരു ടേണിംഗ്? SFI സംഘത്തിലേക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ SFI പ്രവർത്തനം ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊക്കെ പഠിക്കുമ്പോഴേക്കും എനിക്ക് മടുത്തു തുടങ്ങി. അതിന് ചില നിമിത്തങ്ങളുണ്ട്. അതൊക്കെ ഇത്രയും വിശദമായി പറയാൻ നമ്മുടെ സമയപരിധി അനുവദിക്കുമെന്നറിയില്ല. എങ്കിലും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപിടി കേസൊക്കെ വന്നു. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഞങ്ങളെയൊക്കെ നയിച്ചിരുന്ന SFIയുടെ ജില്ലാ ചുമതല വഹിച്ചിരുന്ന ഒരാൾ അന്ന് മട്ടന്നൂർ PRNSS കോളേജിലുണ്ടായിരുന്നു. ഇലക്ഷൻ ദിവസം SFI തോൽക്കും. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് കല്ലേറും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതെന്നെ മനസ്സിനെ വല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു തോന്നലുണ്ടായി. പിന്നെ ഞാനീ പറഞ്ഞൊരു ചെറിയ പുസ്തകം പരമേശ്വർജി എഴുതിയ ഹിന്ദുത്വവും ഇന്ത്യൻ കമ്മ്യൂണിസവും ഹിന്ദുത്വവും, അത് K. ദാമോദരൻ എഴുതിയൊരു പുസ്തകത്തിന് പകരമായിട്ട് പരമേശ്വർജി എഴുതിയതാണ്. ഒരു 60-65 പേജ് ചെറിയൊരു പുസ്തകം. ആ പുസ്തകം അതിലെ ഓരോ അക്ഷരവും അഗ്നിയായിരുന്നു. എന്നിലുള്ള എല്ലാ അസംസ്കൃത വസ്തുവിനെയും കരിച്ചു കളയുന്ന, സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന അഗ്നി തന്നെയായിരുന്നു പരമേശ്വർജി എഴുതിയ ആ കൊച്ചു പുസ്തകം. അത് വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. പിന്നെ ഈ പറഞ്ഞൊരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സിമ്പോസിയത്തിൽ ABVPയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത് സംസാരിക്കാമെന്ന മുരളിയേട്ടൻ്റെ പ്രഭാഷണവും അതിലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഈ നിലക്കൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ മാഷ് 2-3 പറഞ്ഞ ഓർമ്മയുണ്ട്. ജീവിതത്തിൽ അതുവരെ ഒരു പൊതുപ്രസംഗത്തിൽ SFI നേതാക്കളിൽ നിന്നോ മാർക്സിസ്റ്റ് നേതാക്കളിൽ നിന്നോ കേൾക്കാത്ത ചില പദങ്ങൾ, അങ്ങനെ അവർ സംസാരിക്കാറില്ല രാഷ്ട്രമെന്നോ ഉദ്ദേശം. ഇല്ല. എനിക്ക് തികച്ചും ഞാനത് അതിശയോക്തി കലർത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചോ പറഞ്ഞല്ല. ഇത്തരം ദേശീയത, ദേശീയ സംസ്കാരം, ആർഷ സംസ്കാരം, ദേശീയോദ്ഗ്രഥനം, ഇങ്ങനെയുള്ള പദങ്ങളൊന്നും SFI വേദിയിലൂടെ ഞാൻ കേട്ടിട്ടില്ല മുമ്പ്.
രാഷ്ട്രം എന്നുള്ള പേര് പോലും കേൾക്കുന്നത് ഒരുപക്ഷെ ആ പദം കേൾക്കുന്നത് അവിടെ രാജ്യമായിരിക്കും പരമാവധി ഉണ്ട്. ആ രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്നൊക്കെയുള്ള നിലയ്ക്ക് ഇന്ത്യ മഹാരാജ്യം, ജനാധിപത്യം, സോഷ്യലിസം, വിപ്ലവം, ചൂഷണം, ചൂഷിതൻ, മർദ്ദിതൻ, മർദ്ദകൻ, ഇതൊക്കെയാണല്ലോ അവിടുത്തെ സംസാരം. പിന്നെ എന്താണ് വർഗസംഘടനം, ഇതൊക്കെയാണല്ലോ അവിടെ കേൾക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമന്വയത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, നമ്മുടെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിൻ്റെ ഒക്കെ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഞാൻ കേൾക്കുന്നത് ഈ പ്രഭാഷണത്തിലാണ്. മാഷ് നന്നായി പാടുന്ന മാഷ് ആദ്യമേ പറഞ്ഞില്ല. അപ്പോൾ മാഷിൻ്റെ ഒരു പാട്ട് കേൾക്കാം, നമുക്ക് കേൾക്കാം. വ്യക്തിഗീതങ്ങളൊക്കെ ആവശ്യം പോലെ പാടി. അതെ അതെ, അപ്പോൾ മാഷ് പാടും. വ്യക്തിഗീതം പാടിയിട്ടുണ്ട് ഞാൻ. സംഘത്തിൽ പിന്നെ എല്ലാവരും പാടും. അത്യാവശ്യം പാടാത്ത വീണയും പാടും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പഠിപ്പിക്കുമല്ലോ സംഘത്തിൽ. അങ്ങനെയുണ്ട് സംസാരിക്കാൻ പറ്റാത്ത. മാഷെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. അതെ, അപ്പോൾ മാഷ് നമുക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഗീതങ്ങൾ മനസ്സിലുണ്ട്. അന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഞാൻ അർദ്ധബോധാവസ്ഥയിൽ, അബോധാവസ്ഥയിൽ. സത്യത്തിൽ അന്നൊന്ന് പാടേണ്ട പാട്ട് അതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഏകനിഷ്ഠ സേവകനായി ഞാൻ. അല്ല, അന്നത്തെ സമയത്ത് ആംബുലൻസിൽ വെച്ചിട്ട് പുരുഷേട്ടൻ്റെ മടിയിൽ കിടന്ന് പാടിയ ആ സംഭവം എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. സത്യത്തിൽ മാഷയുടെ മേലെ ആക്രമണം ഉണ്ടായി. കാല് രണ്ടും മഴുവെച്ച് മുറിച്ച് അവർ എറിഞ്ഞു. അത് പിന്നീട് ഒരു ഓപ്പറേഷൻ നടത്തി ശരിയാക്കാൻ പറ്റാത്ത വിധത്തിലാക്കി എറിഞ്ഞു. ഇതൊക്കെ മാഷ് ബോധവും അബോധവും തമ്മിലുള്ള ഒരു കയറി ഇറങ്ങലിനിടയിൽ മാഷ് തന്നെ കാണുന്നുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ ഈ ബഹളമൊക്കെ കേട്ടിട്ട് ദൂരെ നിന്നാണ് സ്വയംസേവകരൊക്കെ ഓടി വരുന്നത്, കുറേ ദൂരെ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ വാരിയെടുത്ത് ആംബുലൻസിലാക്കി പോകുമ്പോൾ ഞാൻ കേട്ടത്, അത് ശരിയാണോ എന്ന് പറയണം, മാഷ് തന്നെയാണ് പറയുന്നത്, എൻ്റെ 2 സാധനം അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് എടുത്തോളാൻ എന്നുവെച്ചാൽ മുറിച്ചെറിഞ്ഞ. അതെ, അത് നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഈ പോലീസുകാർ വന്നപ്പോൾ പോലീസ് അന്നത്തെ SI എന്നെ നന്നായി അറിയുന്ന ഒരാളാണ്, ഒരു പ്രായം ചെന്നൊരു SI ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് കിട്ടിയ വിവരം ഇങ്ങനെ ഒരാൾ ഉരുവച്ചാലിൽ പരിക്കേറ്റ് കിടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം വേഗം വന്ന്, അപ്പോൾ എൻ്റെ മുഖം നിറച്ച് രക്തം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു പിന്നീട്. അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, പെരിഞ്ചേരിയിലുള്ള സദാനന്ദൻ മാഷാണ്. അയ്യോ മാഷേ എന്ത് പറ്റിയെന്നൊക്കെ. പിന്നെ അദ്ദേഹം എന്നെ വാരിയിടും. അപ്പോൾ തന്നെ അദ്ദേഹം ആശ്ലേഷിച്ച് വല്ലാത്തൊരു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹം എന്താ പറ്റിയ മാഷേ, അപ്പോൾ കറണ്ടില്ല, അപ്പോൾ ഇവരൊക്കെ ലൈറ്റൊക്കെ ഇതാക്കി പോയിട്ടുണ്ടായിരുന്നു. ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ദൈവമേ എന്നൊരു വിളി അദ്ദേഹം വിളിക്കുകയാണ്, കാലിൻ്റെ ഭാഗം കാണാത്ത. എവിടെ മാഷേ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു അവിടേക്ക് എവിടെയോ എറിഞ്ഞു കാണും ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ അവർ ടോർച്ച് അടിച്ച് നോക്കി, അവരാണ് പിന്നെ തപ്പിയെടുത്തത്. ഒന്ന് കുറച്ചകലെ ഉണ്ടായിരുന്നു, മറ്റൊന്ന് ഏതാണ്ട് ഒരു 10-15 മീറ്റർ അകലെ റോഡിൻ്റെ വശത്ത് അഴുക്ക് ചാലൊക്കെയുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ ഒരുപക്ഷെ അവർ കിണറിലേക്കായിരിക്കാം വലിച്ചെറിഞ്ഞത്. പക്ഷേ കിണറിൽ വീണില്ല. കിണർ ആൾമറയുടെ തൊട്ട് താഴെയായിട്ട് അഴുക്ക് ചാലിനോട് ചേർന്നാണ് ഈ കാല് ശേഷിക്കുന്ന. ആംബുലൻസിൽ പോകുമ്പോൾ ഞാൻ ഈ പുരുഷേട്ടനൊക്കെ പറഞ്ഞറിയാവുന്നതാണ്. ഇവിടെ അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പ്രധാന പ്രവർത്തകനാണ് പുരുഷോത്തമൻ, തുക്കലങ്ങാടിയിലുള്ള പുരുഷോത്തമൻ. അദ്ദേഹം കാണുന്നുണ്ട് മാഷ് എന്തോ പിറുപിറുക്കുന്നത് പോലെ എന്തോ. അപ്പോൾ അവർ ശ്രദ്ധിക്കുമ്പോഴാണ് മാഷ് സംഘത്തിൽ പഠിച്ച ഒരു ഗീതമാണ്, അത് വളരെ അർത്ഥവത്തായ ആ സമയത്തിന് പറ്റിയ ഒരു ഗീതമാണ്. അതൊന്ന് പാടുന്നത് നന്നായിരിക്കും. ഏകനിഷ്ഠ സേവകനായി ഞാൻ മോക്ഷമെന്തു വേറെ, വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ, നീഗമിക്കു മുന്നിൽ. മുന്നിലോ നീയുണ്ടെന്നാകിൽ എന്തെനിക്കസാധ്യം, മഹാമേരുമൺപുറ്റാകും മൃത്യുമിത്രമാകും. ആഴ്കടൽ ചെറുകുഴിയായി മാറും തീനിലാവുമാകും. വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ, നീഗമിക്കു മുന്നിൽ. ഡോക്ടർ ജി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ അദ്ദേഹമുണ്ട്. അങ്ങ് നടക്കൂ, ഞങ്ങളിതാ അങ്ങയുടെ പിന്നിൽ വരികയാണ്. നീ മുന്നിലുണ്ടെങ്കിൽ എനിക്ക് അസാധ്യമായിട്ട് എന്താണുള്ളത്
എന്നൊക്കെ. ആ സന്ദർഭത്തിൽ ഈ വരികളും പിന്നെ നന്ദേട്ടൻ പറഞ്ഞ ആ വരിയും അതിതാണ്: കണ്ണടർന്നു പോയാലും ഇതേ പാത കാണും, കാൽ തളർന്നു വീണെന്നാലും ഇതേ പാത പുൽകും, നാവി തറ്റു നിലം പറ്റുകിലും ഇതേ മന്ത്രമോതും, വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ, നീ ഗമിക്കു മുന്നിൽ. അതാണ് എത്രത്തോളം പ്രതിബദ്ധത നമ്മുടെ പ്രസ്ഥാനത്തോട് നമുക്ക് വേണം എന്നുള്ളതിൻ്റെ ആ ഒരു വരികളാണ്. അതാരാണ് എഴുതിയത് എന്ന് പരമേശ്വരജി സാധാരണ നമ്മളത് തിരഞ്ഞു പോകാറില്ല. ഇല്ല, അതെ, ആരെഴുതി എന്ന്. നന്ദേട്ടൻ എഴുതിയ ഒരുപാട് ഗീതങ്ങളുണ്ട്. മോള് സ്ഥിരം ചൊല്ലുന്നൊരു ഗീതമുണ്ട് നന്ദേട്ടൻ എഴുതിയത്. അപ്പോൾ ഈ ഗീതത്തിലെ വരികൾ അങ്ങനെയുള്ളതാണ്. മാഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ മാഷ് പറയുണ്ടായല്ലോ. അപ്പോൾ മാഷിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു ദുരന്തം, അതിനുശേഷം സംഘം എങ്ങനെയാണ് അതിനെ നോക്കിക്കേണ്ടത്? കണ്ണൂർ പോലെയുള്ള ഒരു ജില്ല, ആദ്യമേ അത് പറഞ്ഞു, കണ്ണൂരിലെ സംഘപ്രവർത്തകരോട് പ്രത്യേക ഒരു ബഹുമാനമാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സംഘം അതിനെ നോക്കിക്കണ്ടത്? പിന്നീടുള്ള മാഷിനെ കുറിച്ചുള്ള നന്ദേട്ടൻ്റെ കാഴ്ചപ്പാട് മാറിയത് എങ്ങനെയാണ്? സംഘം എങ്ങനെയാണ് ഒരു സ്വയം സേവകനെ കാണുന്നതെന്നുള്ളതിനകത്ത് സദാനന്ദൻ മാസ്റ്ററിനോ നന്ദകുമാറിനോ അതിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാ സ്വയം സേവകരും അമ്മയ്ക്ക് മക്കളെന്നതുപോലെ സംഘത്തിനൊരുപോലെയാണ്. സ്വാഭാവികമായിട്ടും ആ കൂട്ടത്തിൽ ഒരല്പം വിഷമം നേരിടേണ്ടി വന്ന ഒരു മകനോട് കൂടുതൽ വാത്സല്യമോ കൂടുതൽ കരുതലോ കാണിക്കും. അത്രയേ ഉള്ളൂ. അത് എന്നും മാഷക്കും അറിയാതെ, പിന്നെ സംഘത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കത്. പക്ഷേ സംഘത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുകൾ, ഇപ്പം സർസംഘയാലകായിരുന്ന സംഘത്തിൻ്റെ അന്നത്തെ സർസംഘയാലക് വരെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും, അത് രജുഭയെ ആണെങ്കിലും ശേഷാദ്രിജി ആണെങ്കിലും, ശേഷാദ്രിജി വളരെയേറെ, ശേഷാദ്രിജിക്ക് ഒന്നാമത് മാഷെ നല്ല പരിചയമുണ്ട്, നല്ലതുപോലെ പരിചയം. അതിലേക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഈ ട്രെയിനിങ് ബി.എഡ് പഠിക്കാൻ വേണ്ടിയിട്ട് വടക്കുകിഴക്കൻ മേഖലയിലേക്ക് പോകുന്നത് പോലും അതൊക്കെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇടയ്ക്ക് തന്നിട്ടാ. ശേഷാദ്രിജി ബാംഗ്ലൂർ കാര്യാലയത്തിൽ ചെന്നൈ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്തിരുന്നത്. അതിന് അപ്പോൾ കാര്യാലയത്തിൽ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ശേഷാദ്രിജി ഞാൻ അവിടെ എത്തി അറിഞ്ഞ് മോളിൽ താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം എന്താ പറയുക, ശേഷാദ്രിജിയെ പോലെ മഹാമേരുവായിട്ട് ഉയർന്നു നിൽക്കുന്ന മഹാനുഭാവൻ എന്നെ കണ്ട വഴിക്ക് അദ്ദേഹം കൈകൂപ്പി വന്ദനം മഹാനുഭാവ എന്ന് പറയാണ്. അപ്പോൾ അതൊക്കെ അതാണ് നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പരിചയമുള്ള ആളാണ്, അല്ലാതെ ഓർക്കാപ്പുറത്തൊരു അതുകൂടി ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ. യമുന ഭാരതി ചേച്ചി അച്ഛനെ ഒരു റോൾ മോഡലാണെന്ന് എപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ മാഷ് എന്ന അച്ഛൻ പ്രവർത്തകനിൽ നിന്നും മാഷ് എന്ന അച്ഛനെ വ്യത്യസ്തനാക്കുന്നുണ്ടാണ്. അതെ, അതിലും മകളെക്കുറിച്ച് പറയുമ്പോഴും നന്ദേട്ടൻ അതിലേക്ക് കടന്നു വരും. ഞാൻ പറയാതെ, അതായത് പിന്നെ മോളെ സംബന്ധിച്ച് വളരെ ചെറുപ്പം മുതൽ തന്നെ, വളരെ അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവളത് എഴുതിയിട്ടുണ്ട്. അവളുടെ മനസ്സിലതുണ്ട്. അതായത് രാത്രി ഉറങ്ങാൻ നേരത്ത് നെഞ്ചോട് ചേർന്ന് കിടന്ന് അച്ഛാ കഥ എന്ന് പറയും. 10 കഥ എന്നവൾ പറയും എപ്പോഴും. 10 കഥ പറഞ്ഞു കൊടുക്കണം. പക്ഷേ 10 കഥയൊന്നും പറയാനുള്ള സമയം ഉണ്ടാവില്ല. 1, 2, 3 കഥ, ചെറിയ ചെറിയ കഥകൾ. അതും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. ഒരു പക്ഷി ഉണ്ടായിരുന്നു, മരത്തിൻ്റെ മുകളിൽ പക്ഷി വന്നിരുന്നു. അപ്പോൾ പക്ഷിക്ക് കൂട്ടിനാരുമില്ല, അപ്പോൾ പേടിച്ചു, പക്ഷി ഒന്ന് കരഞ്ഞു. അപ്പോൾ ചോദിക്കും, എങ്ങനെയാ അച്ഛാ പക്ഷി കരഞ്ഞിട്ടുണ്ട്? അപ്പോൾ കുഞ്ഞു നാവിലൂടെ ആ ചോദ്യം വരും, എങ്ങനെ കരഞ്ഞു അച്ഛാ പക്ഷി? അപ്പോൾ ഞാൻ കരഞ്ഞു ആ ശബ്ദം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 3 or 4 കഥകളിലേക്ക് വരുമ്പോൾ പിന്നെ മൂപ്പര് ഉറങ്ങും. 10 കഥ ഒരിക്കലും പൂർത്തിയാക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവൾ പിന്നെ ശരിക്കും വളർന്നു വരുന്നതിനനുസരിച്ച് എന്നെ ഇങ്ങനെ കാണുമ്പോൾ അറിയാലോ, വീട്ടിൽ കിടക്കാൻ നേരത്ത് ഈ ആർട്ടിഫിഷ്യൽ ലിംബ് അഴിച്ച് മാറ്റി വെച്ച് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോക്കുവാൾ ഇങ്ങനെ എന്താണിത് എന്ന് അറിയാത്ത വല്ലാത്തൊരു കൗതുകത്തോടെയോ അല്ലെങ്കിൽ ഉത്കണ്ഠയോടെയോ ഒക്കെ ഇങ്ങനെ നോക്കും. ഒരകൽച്ച ആ സമയത്ത് ഒരു പക്ഷേ എൻ്റെ മുഖത്ത് നോക്കും, ഇത് നോക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അമ്മയും ഇതിങ്ങനെ അവളുടെ നിരീക്ഷണം അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ മോളെ കിടക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അത് സാധാരണ പോലെ അതങ്ങനെ മെല്ലെ വന്ന് ഇന്ന് വരെ എന്താണ് അച്ഛന് സംഭവിച്ചത്, ഇതെങ്ങനെ എന്ന് അവളായിട്ട് അറിഞ്ഞു വരുമല്ലോ.
അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വളർന്നു വന്നു. മോള് പലപ്പോഴും പിന്നെ പല കാര്യങ്ങളിലും എൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൾ പ്രവർത്തിക്കുക. അച്ഛന് വിഷമാവും, അതുകൊണ്ട് ഞാനത് പറയില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നൊക്കെ അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് യുവജനോത്സവത്തിലൊക്കെ നന്നായി പിന്നെ പാടാനും കവിത ചൊല്ലാനും ഒക്കെ സമ്മാനങ്ങൾ ഒരുപാട് നേടിയ മോളാണ്. ഞാൻ പഠിപ്പിക്കുന്ന ശ്രീ ദുർഗാവിലാസ സ്കൂളിലാണ് മോൾ വളരെ നഴ്സറി ക്ലാസ് തൊട്ട് പഠിച്ചത്. അപ്പോൾ അവരുടെ ഓരോ ക്ലാസ്സിലെയും അവരുടെ പിന്നെ ഇതൊക്കെ ഞാനും നിരീക്ഷിക്കുന്നുണ്ട്. ഈ യുവജനോത്സവങ്ങളൊക്കെ വരുമ്പോൾ അവൾ പങ്കെടുക്കുന്ന ഇനങ്ങൾ വരുമ്പോൾ ഞാൻ അത് കാണണം. പക്ഷേ മുന്നിലിരിക്കരുത്, പിന്നിലേ ഇരിക്കാവുള്ളൂ. അവൾ നോക്കുമ്പോൾ എന്നെ കാണരുത്, എന്നാൽ അച്ഛൻ ഇത് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ കവിത ചൊല്ലൽ മത്സരം നടക്കുന്ന ആ ഹാളിൻ്റെ പുറകിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവൾ എന്നെ കാണുന്നില്ല, ഞാനവിടെ ഉണ്ടോ എന്നതറിയില്ല. വന്ന് സ്റ്റേജിൽ വന്ന് ചെസ് നമ്പറൊക്കെ വാങ്ങി അവിടെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട്, എന്നെ കാണുന്നില്ല. പിന്നെ തിരിച്ച് ഓഫീസിലേക്ക് പോയി. ആകെ ഒരു വെപ്രാളം എന്നെ കാണാത്തത് കൊണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വേറൊരു കുട്ടിയെ വിട്ടിട്ട് അച്ഛനോട് ഉണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ടാണ് അപ്പോൾ എന്നുവെച്ചാൽ അവളുടെ ഓരോ ചലനത്തിലും അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും അച്ഛൻ വേണം, അച്ഛൻ കൂടെ ഉണ്ടാകണം എന്ന് ചിന്തിച്ച് വളർന്നു വന്ന മോളാണ്. അപ്പോൾ അതാണ് മോളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കൊരിതുണ്ട്, മാഷിനൊരു പ്രണയം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ മാഷെ? പ്രണയം ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മാഷിന്റെ സഹധർമ്മിണിയാണെന്നും കേട്ടിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് ഈ രഹസ്യം വെളിപ്പെട്ടത്. ഏതായാലും ഭാഗ്യം അത് സഹധർമ്മിണി തന്നെയാണെന്ന്. അതെ അതെ അത് ആ കഥയൊന്ന് അത് അങ്ങനെ ഒരു പ്രണയം എന്ന ഒരു വാക്കിൽ നിർവചിക്കേണ്ടതാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനും അങ്ങനെയല്ല എന്നുവെച്ചാൽ സാധാരണ നമ്മളൊരു പ്രണയം എന്നുള്ള നിലക്ക് വരുമ്പോൾ അതല്ല. ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ അതും എനിക്ക് തോന്നുന്നു സംഘം എന്ന ഒരു വലിയ ഒരു സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ കുടുംബവും സംഘത്തിൻ്റെ പൂർണ്ണമായ കുടുംബമാണ്. ഞാൻ BEd എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, മൂത്ത സഹോദരൻ അധ്യാപകനാണ്, എൻ്റെ ഒരു മൂത്ത സഹോദരി അധ്യാപികയാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തി ഇവിടെ ഡൽഹിയിൽ തന്നെ ഒരു സ്കൂളിൽ അധ്യാപികയാണ്. അപ്പോൾ ഒരു അധ്യാപക കുടുംബം, അച്ഛൻ്റെ ബന്ധുക്കൾ ധാരാളം പേര് അധ്യാപകരായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു കാരണം അച്ഛനും അധ്യാപകനാണ്. അതുണ്ടാവും ഒരു എവിടെയൊക്കെ കുടുംബം, അമ്മയുടെ കുടുംബം, അമ്മയുടെ അമ്മ. അതെ അതെ. അപ്പോൾ മാത്രമല്ല ഈ ഒരു സംഘകാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനാവുക എന്നുള്ളത് നമ്മുടെ ആശയപ്രകാശനത്തിനും സംഘം ആഗ്രഹിക്കുന്ന സാമൂഹിക പരിവർത്തനത്തിനും ഏറ്റവും ഉചിതമായൊരു മാധ്യമം കൂടിയാണ് അധ്യാപനം എന്നുള്ളത്. ഞാൻ കൊമേഴ്സാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ കൊമേഴ്സ് ബിരുദമുള്ളവർക്ക് BEd കോഴ്സ് കേരളത്തിലില്ല. അപ്പോൾ പിന്നെ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഹരിയേട്ടനാണ് പിന്നെ ഇങ്ങനെ തേജ്പൂരിൽ ആസാമിലേക്ക് പോകാൻ പറഞ്ഞത്. അന്ന് മുരളിയേട്ടൻ, അദ്ദേഹം ഉൾഫ തീവ്രവാദികളാൽ വധിക്കപ്പെട്ട സംഘപ്രചാരകനാണ്. മുരളിയേട്ടൻ ചെങ്ങന്നൂരിലുള്ള നാരായണൻകുട്ടി അദ്ദേഹത്തിൻ്റെ അവിടെ മുരളിയേട്ടൻ തന്നെ വിളിക്കുക. അദ്ദേഹമാണ് പിന്നെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ ഇവിടുന്ന് സംഘത്തിൻ്റെ മുതിർന്ന ആളുകളുടെ ഉപദേശപ്രകാരം തന്നെ ഞാനും എൻ്റെ കൂടെ 2-3 സ്വയം സേവകരും 3-4 പേര് ഞങ്ങൾ പിന്നെ ആൺകുട്ടികൾ അവിടെ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പാനൂർ ഭാഗത്തുള്ള 2-3 പെൺകുട്ടികളും അവിടേക്ക് വന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ എൻ്റെ സഹധർമ്മിണി വനിതാ റാണി. അപ്പോൾ ഞങ്ങളൊരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അവരുടെ വീട്ടിലും അവരുടെ അമ്മ ആ ഭാഗത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്കായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. രാജശേഖരേട്ടൻ അവരുടെ അച്ഛൻ്റെ മരുമകനാണ് രാജശേഖരേട്ടൻ. അദ്ദേഹം വിസ്താരകനായിട്ടുണ്ടായിരുന്നു. സജീവ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ് അദ്ദേഹം, T. രാജശേഖരൻ. അങ്ങനെ അദ്ദേഹമാണ് അവരെ കൂട്ടി കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം കൂട്ടി ഞങ്ങൾ പുരുഷന്മാർ താമസിച്ചിരുന്ന ആ ഹോസ്റ്റൽ റൂമിലേക്ക് അവർ വന്നു. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ആ പരിചയം തുടങ്ങുന്നത്. പിന്നെ ക്ലാസ്സിലിരുന്നു. അപ്പോൾ പശ്ചാത്തലമുള്ള കുടുംബമാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു അടുപ്പം ഉണ്ടായി. ആ അടുപ്പം കുറച്ചുകൂടി ശക്തിപ്പെട്ടു. അങ്ങനെ ഏതൊരു ഘട്ടത്തിൽ എന്നാൽ പിന്നെ നമുക്ക് ജീവിതം പങ്കിടാനോ എന്ന് തോന്നി രണ്ടുപേർക്കും. സംസാരിച്ച് തന്നെയാണ് തീരുമാനമെടുത്തു. ശരി, ഇനി നാട്ടിൽ ചെന്ന് BEd സ്കൂൾ മാഷയായി, ടീച്ചറായി, അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ ഇതോടുകൂടി നമുക്ക് വിവാഹിതരാവണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വന്നതാണ്. പക്ഷേ ആ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ദിവസം പിറ്റേന്ന് ആൾ ആശുപത്രിയിൽ വന്നു. പിറ്റേന്ന് തന്നെ വന്നു അറിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ വന്നു. അപ്പോൾ എൻ്റെ കട്ടിലിന് ചുറ്റും നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരോടൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവരും അവരുടെ ഒരു ചേച്ചിയും കൂടിയാണ് വന്നത്.
ഞാനവരെ കണ്ടു. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ആളുകളൊക്കെ ഒന്നും ഇപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഇതാരാണ്. എൻ്റെ ബന്ധുക്കളെയൊക്കെ ഈ കൂടി നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അവർക്കിങ്ങനെ അപരിചിത ഭാവത്തോടെ അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവരോട് അധികമൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇനി നമ്മൾ നേരത്തെ എടുത്ത തീരുമാനം ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. നിങ്ങളുടെ വഴി സ്വീകരിക്കണം. എത്ര കണ്ടിനി നല്ലൊരു കുടുംബജീവിതം സാധ്യമാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആ നിലയ്ക്ക് വളരെ പതുക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാനവരുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു. എന്നെ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് എൻ്റെ കൈ ഈ കട്ടിലിൻ്റെ ഈ വലതു ഭാഗത്താണ് അവർ വന്നത്. എൻ്റെ കൈ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ അവരുടെ കൈ കൊണ്ട് അമർത്തി ഒന്ന് പിടിച്ചു. ഒന്നും പറഞ്ഞില്ല. ഞാൻ കൂടെ ഉണ്ടാവും, ഒപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് പിന്നെ തിരിഞ്ഞൊരൊറ്റ നടത്താണ്. വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ ഞാനെന്ത് പറയുന്നു എന്ന് കേൾക്കാനും നിന്നില്ല. അവർ തിരിഞ്ഞ് വേഗം ചേച്ചിയെയും കൂട്ടി പിന്നെ ദൂരെ പുറത്തേക്ക് നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത്. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അപ്പോൾ പിന്നീട് പലപ്പോഴും ഞങ്ങൾ ആസാമിൽ നിന്ന് തിരിച്ച് എത്തിയതിന് 88-89 ബി.എഡ് കോഴ്സ്. എൻ്റെ ഈ സംഭവം 94 അപ്പോൾ അതുവരെ അവരെന്നെ കാത്തു നിൽക്കുകയാണ്, എൻ്റെ അവസരം വരുന്നത് വരെ. അതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. 94 ഇത് സംഭവിക്കുന്നത്. ആ നേരത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ഉറച്ചു നിൽക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് കത്തിലൂടെ ഒന്നുകൂടി ഞാൻ ശ്രമിച്ചു. കാരണം ഞാൻ ആലോചിച്ചത് ഒരുപക്ഷെ ആ വീട്ടിലൊരു പക്ഷേ വലിയ സമ്മർദ്ദം ഉണ്ടാവും, ഇങ്ങനെ ഒരാൾക്ക്. സംഘവീടാണെങ്കിലും പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അച്ഛനും അമ്മയും അനുഗ്രഹിച്ച് തന്നെ മകളെ എനിക്ക് തന്നു എന്നുള്ളതാണ്. മറ്റ് ബന്ധുക്കൾ പലരും ഒരുപക്ഷെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്കറിയാം. മാഷ് എന്ന മാധ്യമപ്രവർത്തകൻ, മാഷ് എന്ന പത്രപ്രവർത്തകൻ, പിന്നെ മാഷ് എന്ന അധ്യാപകൻ, മാഷ് എന്ന സംഘകാര്യകർത്താവ്, ഇതിലെല്ലാം വ്യത്യസ്തമായൊരു റോളാണ് മാഷ് എന്ന രാജ്യസഭാ എം പി. അപ്പോൾ ആ ഒരു റോളിനെ നന്ദേട്ടൻ എങ്ങനെ നോക്കിക്കാണും? കാരണം തികച്ചും വ്യത്യസ്തമല്ലേ മാഷിൻ്റെ ഇതുവരെയുള്ള? തീർച്ചയായിട്ടും. ഇതിപ്പോൾ അദ്ദേഹത്തിന് ഈ പദവി കൊടുത്തതിൽ ഉള്ളൊരു പ്രധാന കാരണം അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു അംഗീകാരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ട് ഞാൻ പലപ്പോഴും ചില മാഷുടെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സോമർസെറ്റ് മൗത്തിൻ്റെ ഒരു പ്രസിദ്ധമായ നോവലുണ്ട്, കാറ്റലീന എന്ന് പറഞ്ഞിട്ട്. ഈ കാറ്റലീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അതിലെ കഥാപാത്രം. അപ്പോൾ അവളൊരു മുടന്തിയാണ് സത്യത്തിൽ. വീട് വളരെ ദരിദ്രമായ കുടുംബമാണ്. പക്ഷേ വീടിനെ പുലർത്താൻ വേണ്ടി ഈ വൈകല്യമുള്ള ആണെങ്കിൽ പോലും ആ പെൺകുട്ടി എന്നും കാട്ടിൽ പോയി വിറവൊക്കെ എടുത്ത് വരുന്ന അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം ആരെങ്കിലും അവളെ ഒരു സഹതാപത്തോടെ നോക്കുന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ വെറുപ്പ്. ഞാൻ മാഷെ ശ്രദ്ധിക്കും, മാഷക്ക് ഏറ്റവും പ്രയാസം ഇങ്ങനെ ആളാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മളൊരു വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാഷക്ക് ഇഷ്ടമല്ല. കാറ്റലീന ആ സമയത്ത് പറയുന്നത്, ആരെങ്കിലും അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ, ഈശ്വരന് എനിക്ക് കരുത്തുണ്ട് എന്ന് നല്ല ബോധ്യമുള്ളതിന് തന്ന സർട്ടിഫിക്കറ്റാണിത്. ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഗിവൺ ടു മീ ദാറ്റ് ഐ ക്യാൻ ബെയർ എനി സച്ച് എന്നാണ് അവൾ പറയുന്ന മറുപടി. മാഷയുടെ പെരുമാറ്റത്തിലുമൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. അതൊന്ന്. രണ്ടാമത്, ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ പദവി പോലും അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു എന്തെങ്കിലും കുറവുള്ളതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊടുത്തതൊന്നല്ല. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും എന്നുറപ്പുള്ളത് കൊണ്ടാണ്. മാഷിനെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയുണ്ടായി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മാഷിനെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി അതെന്താ? ഈ പറഞ്ഞതുപോലെ എൻ്റെ നോമിനേഷൻ വാർത്ത വന്ന സമയത്ത് തന്നെ ചില പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇതാരാണ് ഈ സദാനന്ദ മാഷ്, എന്താണ് യോഗ്യത രാജ്യസഭയിലേക്ക് എത്താൻ എന്നൊക്കെയുള്ള വില കുറഞ്ഞ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്ക് ഉള്ളിലത് ചിരിയാണ് വരുത്തിയത്. കാരണം ഞാൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരോടും പറഞ്ഞത്, എന്നെ ഈ കാര്യത്തിന് പറ്റും എന്ന് തോന്നിയ ആളുകളായിരിക്കുമല്ലോ എന്നെ നിയോഗിച്ചത്. അവരുടെ വിശ്വാസം സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും എന്നൊരു വിശ്വാസം എന്നിലുണ്ട്. സാഹിത്യം, സാമൂഹ്യ സേവനം, കല, വിദ്യാഭ്യാസം ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളെയാണ് ഈ കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ 12 പേരാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു തരത്തിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവരിൽ നിന്നൊക്കെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമാണ്, ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇവർ പറയുന്നതാണോ ശരി, എനിക്ക് യോഗ്യതയുണ്ടോ രാഷ്ട്രപതി
നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ, നന്ദേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു സഹതാപത്തിൻ്റെ പേരിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ വന്ന ദുരന്തത്തിൻ്റെ പേരിൽ അതൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശ്വാസം പകരാൻ ഒരാളെ നമ്മുടെ ദേശീയ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമോ അല്ലെങ്കിൽ അയാളെ നിർദ്ദേശിക്കുമോ എന്നൊരു ചോദ്യം ഞാൻ സ്വയം ചോദിച്ചു. ഒരിക്കലുമില്ല, അങ്ങനെ ഒരു സംഗതി അല്ലല്ലോ. പക്ഷേ എന്നിലൊരു പ്രതീക്ഷയുണ്ടാകാം. ഈ സഭയിൽ എന്നിൽ അർപ്പിതമായ പ്രതീക്ഷ സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ വിമർശനങ്ങളെയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല, ഞാൻ പരിഗണിക്കുന്നേയില്ല. മാഷ് ഈ കൂട്ടത്തിൽ പത്രക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ പഴയ കാലം ചികഞ്ഞെടുക്കാൻ ഞാനില്ല, അതെ, ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഇല്ല, എനിക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, ദൗത്യം പൂർത്തീകരിക്കാന്ന്. അപ്പോൾ അതും ഒരു വിവാദത്തിന് കാരണമായിട്ടുണ്ട്. അതായത് BJPയും സംഘവും ഒക്കെ പ്രതീക്ഷിച്ച വഴിക്കല്ല മാഷ് പോകുന്നത്. എത്ര മൂഢന്മാരാണ് ഇങ്ങനെ പറയുന്നത് എന്നതാണ്. കാരണം ഞാൻ എന്താണോ അതാണ് സംഘം, ഞാൻ എന്താണോ അതാണ് BJP. അപ്പം അത് ശരിയാണ് നന്ദേട്ടൻ പറഞ്ഞത്. പിന്നെ കേരളത്തിലെ ഒരു ചാനൽ ഞാൻ BJP യോഗത്തിൽ സംസാരിച്ച ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ചികഞ്ഞെടുക്കേണ്ടതില്ല, മുന്നോട്ട് പോകണം, സംസ്ഥാന നേതൃത്വത്തെ തള്ളി സദാനന്ദൻ മാസ്റ്റർ എന്നാക്കി. അപ്പോൾ സദാനന്ദൻ മാസ്റ്ററുടെ അഭിപ്രായമല്ല സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം എന്താണ്? നിരന്തരം അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നെവർ, നോ, അങ്ങനെയല്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നേയില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമേ ഇല്ല. പലപ്പോഴും ഞങ്ങളുടെ നേരെ ആക്രമണം വരുന്ന സമയത്ത് ചില പ്രതിരോധങ്ങൾ ചിലയിടങ്ങളിൽ സഹികെട്ട് ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇപ്പം നന്ദേട്ടൻ്റെ അടുത്തൊന്നും അത് പറയേണ്ട കാര്യമില്ലല്ലോ. നന്ദേട്ടൻ ഇത് അനുഭവിച്ച ആളാണ്. നേരിട്ട് പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവരാണ്. ഇപ്പോൾ 2 കാലിൽ നടക്കുന്ന പലരും ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ സ്വയം സേവകരുടെ സുഹൃതം കൊണ്ട് അങ്ങനെ ആയിത്തീർന്നവരാണ്. വിഷയം മാഷക്ക് ഓർമ്മയുണ്ടോ, കേസരിയിൽ പത്രാധിപരായിരിക്കുമ്പോൾ ഞാനൊരു ചർച്ച തുടങ്ങി വെച്ചിരുന്നു. ഏതാണ്ട് ഇതേ ആശയമാണ്. അതായത് നേരിട്ട് സംസാരിക്കണം, സംഘർഷത്തിൻ്റെ പഴയ കാലത്തെയൊക്കെ മാറ്റിവെച്ചിട്ട്. അന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. മാഷ് ഏത് ഭാഗത്തായിരുന്നു അന്ന്? 100%. എനിക്കും, കാരണം ഞാനിത് അനുഭവിച്ചു തന്നാൽ എൻ്റെ ഒരു പ്രതികാര ചിന്തയേ അല്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ ജയിലിലേക്ക് പോകാൻ പോകണം. എല്ലാ കേസിൻ്റെ വിധിയും സുപ്രീം കോടതി വരെ ഈ ശിക്ഷാവിധി ശരിവെച്ചു ഈ പ്രതികൾക്കുള്ള. അത് കുറേ കാലതാമസം ഉണ്ടായി. അവരോട് പോലും എനിക്ക് പകയില്ല, എനിക്കൊരു പകയുമില്ല മനസ്സിൽ. കാരണം സംഘം എന്നെ അതാണ് പഠിപ്പിച്ചത്. നമ്മുടെ മുന്നിൽ 2 കൂട്ടരാണ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളവർ, നാളെ നമ്മോടൊപ്പം വരേണ്ടവർ. ആ നാളെ നമ്മോടൊപ്പം വരേണ്ടവരോട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല, പക വെച്ച് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയിലും എതിർപക്ഷത്തുള്ള ആളുകളോട് സൗഹൃദം ഭാവിക്കാനോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനോ ആത്മാർത്ഥമായി തന്നെ അവരോട് ഇടപഴകാനോ ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവപ്പെടുന്നില്ല. കാരണം സംഘം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, പാർട്ടി എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മാഷിന് പ്രചോദനമായ ഒരു 4-5 വരികൾ നന്ദേട്ടൻ കുറിച്ചിട്ടിട്ടുണ്ടെന്ന് മാഷ് അടുത്തിടെ പറഞ്ഞു. ആ വരികൾ നന്ദേട്ടൻ ഓർത്തെടുക്കാൻ പറ്റും? അത് നന്ദേട്ടനും മറന്നുപോയൊരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് മാഷിന് മുന്നിൽ ഇടേറിയ സംഭവമൊക്കെ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ ആ സമയത്ത് ഇങ്ങനെ വരുന്നതാണ്, ചിലപ്പോൾ അത് എവിടെയെങ്കിലും വായിച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഇത് മാത്രമായിരുന്നു. അതിലെനിക്ക് വല്ലാത്തൊരു നഷ്ടബോധമുണ്ട്. കാരണം അത്രയും തീക്ഷ്ണമായിരുന്നു ആ വരി. ആകാശഭീതിയായ ഇടിനാദമായി മുഴങ്ങൂ നീ, എന്താണ്, ദിഗന്ധങ്ങളെ വിറപ്പിക്കുന്ന കടൽ തിരമാലകളായി വളരൂ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള, എനിക്കതിൻ്റെ കറക്റ്റ് അറിയില്ല. അങ്ങനെ ഒരു 4 വരി, ആ 4 വരിയും സത്യത്തിൽ മനസ്സിനെ എടുത്തങ്ങ് ഉയർത്തി രോമാഞ്ചം വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതെനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതിലെനിക്ക് ഓർത്ത് വയ്ക്കാറില്ല. ഞാനിപ്പോൾ എഴുതിയെന്ന് ഇവരൊക്കെ പറയുന്ന കവിതകൾ പോലും അല്ലെങ്കിൽ ഗീതങ്ങൾ, അതൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പികൾ പോലും ഇല്ല. ഒരു തവണ എഴുതുന്നതേ ഉള്ളൂ. അത് ലേഖനമായാലും കവിതയായാലും ഒക്കെ ഒറ്റ എഴുത്തേ ഉള്ളൂ. ഇനി അത് തിരുത്തേണ്ട ചുമതലയൊക്കെ ബന്ധപ്പെട്ട പത്രാധിപർക്കോ അല്ലെങ്കിൽ എഡിറ്റർക്കോ ആയിരിക്കും. അതാണ് എൻ്റെ ഒരു നേച്ചർ. ഞാൻ ഒന്നാമത് ഒരു എഴുത്തുകാരനല്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ കാരണം. അല്ല, ഞാൻ സത്യം പറയുകയാണ്. അങ്ങനെയുള്ള ചില, അതാണ് മോള് പാടുന്ന ഒരു പിന്നെ വരികൾ, മോളെപ്പോഴും ഇഷ്ടത്തോടെ പാടുന്ന വരികളിൽ ഒന്ന് നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരെഴുതിയെന്ന് നമ്മൾ പറയാറില്ലെങ്കിലും അത് പിന്നെ പബ്ലിഷ് ചെയ്തതോടെയാണ്, അതുകൊണ്ട് പറയുന്നത്. നവയുഗ ദിവ്യോദയമായി എന്നുള്ള ഒരു അങ്ങനെ തുടങ്ങുന്നൊരു ഗീതമുണ്ട്. നവയുഗ ദിവ്യോദയമായി എന്താണ്, ഒഴിഞ്ഞകന്നു ദീർഘനിശാന്തത കൂരിരുൾ അലകൾ ഒതുങ്ങുന്നു,
അതെ. ഒഴിഞ്ഞകന്നു ദീർഘനിശാന്തത കൂരിരുളലകളൊതുങ്ങുന്നു വിസ്മൃതി മൂടി മയങ്ങിയ തീക്കണ്ണാളി കത്തിപ്പടരുന്നു ത്രിശക്തിരൂപിണി ഭാരതമാത ഉണർന്നു വരദായിനിയായി നവയുഗ ദിവ്യോദയമായി നവയുഗ ദിവ്യോദയമായി. കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ഒരുപിടി വിശേഷങ്ങൾ ജനം ടി വിക്കൊപ്പം പങ്കുവച്ച നന്ദേട്ടനും സദാനന്ദൻ മാഷിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.